എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമധ്യായം 48 ശ്ലോകം 25, 26, 27, 28, 29 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആക്രൂരന്റെ സ്തുതി തുടരുന്നു. ആ ഭഗവാൻ ഗൃഹത്തിൽ അങ്ങോട്ട് വന്നപ്പോ ഉണ്ടായ സന്തോഷം കൊണ്ട് അവരനിങ്ങനെ സ്തുതിക്കുകയാണ് രാമകൃഷ്ണന്മാരെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. അദ്യേശ നോ വസതയ ഖലു ഭൂരിഭാഗാ യഃ സർവദേവ പിതൃഭൂത നിർദേവമൂർത്തി യൽപാദശൗചസലിലം ത്രിജഗത് പുനാതി സ ത്വം ജഗൽ ഗുരു അധോക്ഷജ യാ പ്രവിഷ്ട. ഇങ്ങനെയെല്ലാം ഉള്ള ഭഗവാന് അവിടുന്ന് ഇവിടെ വന്നതുകൊണ്ട്, ആഗതനായതുകൊണ്ട് ഞാൻ കൃതാർത്ഥനായി എന്നതാ 3 ശ്ലോകം കൊണ്ട് പറയാണ് അക്രൂരൻ. ഹേ പരമേശ്വര ഭഗവാനെ, അവിടുന്ന് ഞങ്ങളുടെ ഗൃഹങ്ങളിൽ ഇപ്പോൾ പ്രവേശിച്ചത് കൊണ്ട് ഞങ്ങളുടെ ഗൃഹങ്ങൾ ലോകത്തിലുള്ള പുണ്യഭൂമികളായ തപോവനാദികളെക്കാൾ പരിശുദ്ധങ്ങളായി ഭവിച്ചു. നിശ്ചയം ഇത് ഞങ്ങളെന്ന അക്രൂരന്റെ ബന്ധുക്കളെയും ഒക്കെ ഉൾപ്പെടുത്തി പറയാണ്. എന്റെ ബന്ധുക്കളുടെയും എന്ന് വേണ്ട, ഭഗവാൻ ആ സഞ്ചരിച്ച ആ ആഗമന മാർഗത്തിൽ ഏതേത് പ്രാണികളിലൊക്കെ ഇരിക്കണുണ്ടോ അവരുടെ എല്ലാം വാസസ്ഥാനങ്ങൾ പൂർണ്ണ ഭാഗ്യമുള്ളതായിട്ട് ഭവിച്ചു. പിന്നെ ഞാൻ കൃതാർത്ഥനായെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അക്രൂരൻ പറയണം. ആ ഗൃഹപരിശുദ്ധിക്കും കൃതാർത്ഥയ്ക്കൊക്കെ എന്താ കാരണം എന്നുള്ളത് വിവരിച്ചു പറയണം. ദുഃഖനിവൃത്തിയെയും ഭൂരിഭാഗ്യത്തെയും ഐശ്വര്യാദി സമൃദ്ധിയെയും ആഗ്രഹിക്കുന്ന ബ്രഹ്മാവ്, ഇന്ദ്രൻ, വരുണൻ മുതലായ ദേവന്മാരെയും പിതൃദേവന്മാരെയും ഭൂതങ്ങളെയും ചക്രവർത്തികളെയും യഥാവിധി യാഗാദി കർമ്മങ്ങള്, പിണ്ടപ്രദാനങ്ങള്, ബലികള്, ശുശ്രൂഷകള് മുതലായ ക്രിയകളാൽ ഉപാസിക്കുന്നത് പതിവാണ്. ഭഗവാനെ അവിടുന്നാവട്ടെ അവരുടെ എല്ലാം സ്വരൂപമായി ഭവിച്ചവനാകയാൽ അങ്ങയുടെ ആഗമനം അവരെല്ലാം ഒരുമിച്ചു വന്നതിനേക്കാൾ ശ്രേഷ്ഠമായി എന്നു തന്നെയല്ല, അങ്ങയുടെ പാദാരവിന്ദ സ്പർശനം സിദ്ധിച്ചതുകൊണ്ട് ഗംഗാജലത്തിന് ഈ 3 ലോകത്തെയും പരിശുദ്ധമാക്കാനുള്ള ശക്തി സിദ്ധിച്ചു. അങ്ങനെയുള്ള ഇന്ദിരുവടിയെ നേത്രാദികളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. അങ്ങനെയിരിക്കെ ഭഗവാനെ അവിടുന്ന് തന്നെ എന്റെ ഗൃഹത്തിൽ വരികയാൽ ഞാൻ അതിധന്യനായി ഭവിച്ചു. എന്റെ ഗൃഹം മഹാപുണ്യഭൂമിയുമായി അവിടുത്തെ തൃപ്പാദങ്ങള് നേരിട്ട് ക്ഷാളനം ചെയ്യാനും ആ പരിപാവന തീർത്ഥം ശിരസിൽ ധരിക്കാനും സാധിച്ചതിനാൽ ഞങ്ങളെ അതീവ ധന്യന്മാരായി. ഇതിലധികം സാധിക്കേണ്ടതായിട്ട് എന്താ ഉള്ളത്? അപ്പോ ഭഗവാനെ അവിടുത്തെ കാരുണ്യ അതിശയം എന്ന് പറയാനുള്ളൂ. പണ്ഡിതസ്തുതവരം ശരണം സമീയാൽ ഭക്തപ്രിയാദൃതഗിര സുഹൃദ കൃതജ്ഞാത് സർവാൻ ദദാതി സുഹൃതോ ഭജതോഭികാമാൻ ആത്മാനമപ്യുപജയാപജയോ നയസ്യ. വിവേകമുള്ള ഒരു പുരുഷനാണെങ്കിൽ അവൻ അങ്ങയെ അല്ലാതെ വേറൊരാളെ ശരണം പ്രാപിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ദിരുവടി ഭക്തന്മാരെ സർവാധികമായിട്ട് സ്നേഹിക്കുന്നു. ഭക്തജനങ്ങളുടെ ഇഷ്ടന്മാര് പറയുന്ന വാക്കുകളെ കൂടി ഇന്ദിരുവടി ആദരിക്കുന്നു. അങ്ങ് പറയുന്ന വാക്കുകൾ മാത്രമേ പരമാർത്ഥങ്ങളായിട്ട് ഭവിക്കുന്നുള്ളൂ. സർവ്വജനങ്ങളെയും സ്വവ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന പരമസുഹൃത്തും അവിടുന്ന് തന്നെയാകുന്നു. അങ്ങയെപ്പോലെ കൃതജ്ഞൻ മറ്റാരാണുള്ളത്? വൃദ്ധിക്ഷയമില്ലാത്തവനും അവിടുന്ന് തന്നെ. ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന അങ്ങയെ ആശ്രയിക്കുന്നവൻ തന്നെയാണ് പണ്ഡിതൻ. അതായത് പണ്ഡിതന്മാരെ അന്വേഷിച്ച് അറിഞ്ഞ് ആശ്രയിക്കുന്ന ഇന്ദിരുവടി മൂഢനായ എന്റെ സമീപത്തിൽ വന്നതുകൊണ്ട് എന്റെ മനോരഥം മുഴുവൻ സാധിച്ചു എന്നാണ് അക്രൂരൻ പറഞ്ഞതിന്റെ സാരം. നിഷ്ട്യാജനാർദ്ദന ഭവാനിഹ ന പ്രതീതോ യോഗേശ്വരൈരവി ദുരാചാരൈ
ഭഗതി സുരേശൈഃ ചിന്ധ്യാസു ന സുതകളത്ര ധനാപ്തഗേഹദേഹാതിമോഹരശനാം ഭവതീയമായ. ഭഗവാൻ അക്രൂരൻ തന്റെ ആഗ്രഹം എന്താണ്? പ്രാർത്ഥിക്കുകയാണ്. ജീവന്മാരെ സംസാരത്തിൽ അകപ്പെടുത്തുന്ന മായയെ നശിപ്പിക്കുന്ന ഹേ ഗുരുമൂർത്തെ, യോഗാഭ്യാസത്തിൽ നിപുണന്മാരായ സനകാദികൾക്കും ഇന്ദ്രാദി ദേവന്മാർക്കും കൂടി അവിടുത്തെ പരമാർത്ഥ സ്വരൂപം അറിയാൻ സാധിക്കുന്നില്ല. അപ്രകാരം ഇരിക്കുന്ന അങ്ങ് അവിവേകികളായ ഞങ്ങളുടെ ഗൃഹത്തിൽ തന്നെ എഴുന്നള്ളി ഇങ്ങനെ പ്രത്യക്ഷ ദർശനം നൽകാനുണ്ടായ അവിടുത്തെ കാരുണ്യാതിശയം ഞങ്ങളുടെ മഹാഭാഗ്യത്തെ വെളിപ്പെടുത്തണം. ഞങ്ങളുടെ മഹാഭാഗ്യം കൊണ്ടാണ് അവിടുന്ന് ഞങ്ങളുടെ ഗൃഹത്തിൽ എഴുന്നള്ളിയത്, ഇങ്ങനെ ഞങ്ങൾക്ക് പ്രത്യക്ഷ ദർശനം തന്നത് എന്ന് പറയുന്നു. അങ്ങയെ ഉപാസിക്കുന്നതിൽ വിഘ്നങ്ങൾ യാതൊന്നും ഞങ്ങൾക്കില്ലാതാക്കി തരണമേ. വിവേകികളെയും കൂടി അവിടുത്തെ മായ പുത്രാദി സ്നേഹസ്വരൂപമാകുന്ന പാശത്താൽ ബന്ധിച്ച് സംസാര സമുദ്രത്തിൽ മുക്കണം. അചിന്തിയായ ആ ശക്തി ഞങ്ങളുടെ നേരെ ഉപയോഗിക്കാതിരിക്കണമേ. അനിത്യമായ ധനാദി വിഷയത്തിലുള്ള സ്നേഹനിമിത്തം അവിടുത്തെ അവിവേകങ്ങൾ മറക്കുന്നു. അങ്ങനെയുള്ള മറവി ഞങ്ങളെ ബാധിക്കാതിരിക്കാൻ അങ്ങ് തന്നെ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു അക്രൂരൻ. ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് ഈ ശ്ലോകം. ശ്രീശുക ഉവാച ഇത്യർച്ചിത സംസ്തുതശ്ച ഭക്തേന ഭഗവാൻ ഹരി അക്രൂരം സസ്മിതം പ്രാഹ ഗീർഭി സമ്മോഹയന്നിവ. ശുകബ്രഹ്മർഷി പറയാണ്, ഭക്തനായിട്ടുള്ള അക്രൂരൻ ഇങ്ങനെ ആ ഭഗവാനെ പൂജിച്ച് നന്നായി സ്തുതിച്ചപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പുഞ്ചിരി ചെയ്തുകൊണ്ട് പരമാർത്ഥ ബോധം മറപ്പിച്ച് ലൗകിക ബുദ്ധി അക്രൂരന്റെ മനസ്സിൽ വികസിപ്പിക്കാൻ തക്ക വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും അങ്ങനെ സംസാരിക്കുകയാണ്. ശ്രീ ഭഗവാൻ ഉവാച ത്വം നോ ഗുരുപിതൃവ്യശ്ച ശ്ലാഘ്യോ ബന്ധുശ്ച നിത്യദാ വയം ദുരക്ഷ്യാ പോഷ്യാശ്ച അനുകമ്പ്യാ പ്രജാ ഇവ. അങ്ങ് ഞങ്ങളുടെ ഇളയച്ഛനല്ലേ? അങ്ങ് ഞങ്ങളുടെ ഇളയച്ഛനായതുകൊണ്ട് ഗുരുവാണ്, പ്രശംസിക്കത്തക്ക ബന്ധുവും ആണ്. ഞങ്ങള് അങ്ങയുടെ മക്കളാണ്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ എപ്പോഴും ആപത്തിൽ നിന്ന് രക്ഷിക്കുകയല്ലേ വേണ്ടത്? വേണ്ടതെല്ലാം തന്ന് വളർത്തുകയല്ലേ വേണ്ടത്? ഞങ്ങളില് ദയുണ്ടായിട്ട് നല്ല നല്ല ഉപദേശങ്ങൾ ചെയ്ത് ഞങ്ങളെ നന്നാക്കി തീർക്കല്ലേ വേണ്ടേ? അങ്ങനെ ഇരിക്കെ ഞങ്ങളെ ഈ മാതിരി സ്തുതിക്കണത് യുക്താണോ എന്നാണ് ഭഗവാന്റെ ചോദ്യം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.